പക്ഷെ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി കഴിക്കുന്ന ആളല്ല. ദാൽ ചപ്പാത്തി, ചപ്പാത്തി ദാൽ, പ്രോട്ടീൻ ഭയങ്കരമായിട്ട് വേണമെങ്കിൽ ചിക്കൻ. Can eat the same thing for the next 6 months, like 3 times a day. I eat the same food every day. To be consistent. I repeat. യെസ്, നിങ്ങൾ ഏതൊരു ഹൈ ലെവൽ പെർഫോമൻസ് നടത്തുന്ന അത്ലറ്റ്സിനെ നോക്കിയാലും നല്ല രീതിയിൽ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ആക്ടറെ നോക്കിയാലും അവരെല്ലാം ഫോളോ ചെയ്യുന്ന മോണോട്രോഫിക് ഡയറ്റ് ആണ്. മീൻസ് ഇത് വളരെ സിമ്പിൾ ആണ്. എല്ലാ ദിവസവും ഓൾമോസ്റ്റ് ഒരേ ഡയറ്റ് തന്നെ ഫോളോ ചെയ്യുക. ഞാനും കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഓൾമോസ്റ്റ് സെയിം ഡയറ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ബോഡി ടോണ്ടപ്പ് ആയിട്ട് ഫാറ്റ് കുറയ്ക്കണമെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല മാർഗം. അതുപോലെ മോണോട്രോഫിക് ഡയറ്റ് നിങ്ങളുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ നിങ്ങളെ കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്താനും സഹായിക്കുന്നു. ബിക്കോസ് ഇത് വളരെ സിമ്പിൾ ആണ്. നിങ്ങളെപ്പോലെ ഒരു നോർമൽ ആയിട്ടൊരു വ്യക്തി, അതിൻ്റെ നിങ്ങൾക്ക് നല്ല തിരക്കുമുണ്ട്, നിങ്ങൾക്ക് ഈ ഫുഡ് കാൽക്കുലേഷനെ കുറിച്ചും ന്യൂട്രീഷനെ കുറിച്ചും കാര്യമായ നോളജ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഡെയിലി ഫുഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടൈമും ഇല്ലെങ്കിൽ നിങ്ങൾ ഡയറ്റ് സിമ്പിൾ ആക്കി ഓൾമോസ്റ്റ് എവറി ഡേ സെയിം ഡയറ്റ് തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്ന് കരുതി നിങ്ങൾ ചിക്കൻ പുഴുങ്ങിയതും പച്ചക്കറിയും കഴിക്കാനല്ല ഞാൻ ഈ പറയുന്നത്. ഒരു ദിവസം നിങ്ങൾ ചിക്കൻ ബോയിൽ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ ചിക്കൻ കറിയായിട്ട് കഴിക്കാൻ നോക്കുക. അടുത്ത ദിവസം നിങ്ങളുടെ വീട്ടിൽ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഒരേ ഫുഡ് ഐറ്റംസ് തന്നെ സിമ്പിൾ ആക്കി പല പല വെറൈറ്റിയിൽ ട്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ്. എന്ന് കരുതി 5 സ്റ്റാർ ഹോട്ടലിലെ ഫുഡ് അതുപോലെ നമ്മൾക്ക് കുക്ക് ചെയ്ത് ലോ കാലറിയിൽ കഴിക്കാൻ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഇറ്റ്സ് നോട്ട് ലോജിക്കൽ. ബിക്കോസ് വെറൈറ്റി കൂടുന്തോറും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് കൂടാനുള്ള സാധ്യതയുണ്ട്. കൺഫ്യൂഷൻസ് കൂടുന്തോറും നിങ്ങൾക്ക് കൺസിസ്റ്റൻസി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. സോ ദിസ് ഈസ് ദ മന്ത്ര ടു അച്ചീവ് യുവർ ഗോൾ. സ്റ്റേ കൺസിസ്റ്റന്റ്, മേക്ക് യുവർ ഡയറ്റ് സിമ്പിൾ ആൻഡ് സെയിം ഓൾമോസ്റ്റ് എവറി ഡേ.